പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 28:2 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തെങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. വചനം നമ്മൾ കേൾക്കുമ്പോൾ ദാവീദിൻ്റെ വിലയേറിയൊരു പ്രാർത്ഥന. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്ത മന്ദിരത്തെങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. യാചിക്കുമ്പോൾ ആ ശബ്ദം ഒന്ന് കേൾക്കണമേ, ആ യാചനയുടെ ശബ്ദം ഒന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് ആ ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണെന്നും കൂടെ ഓർക്കണം ദൈവമക്കളെ. ദാവീദ് ഈ ഒരു സങ്കീർത്തനമൊക്കെ എഴുതുമ്പോൾ തൻ്റെ അനുഭവത്തിലൂടെ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തെ ഉയർത്തി പാടി വാഴ്ത്തിയ മനോഹരമായ സങ്കീർത്തനം ഇവിടെ കേൾക്കുന്നുണ്ട്. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മളെ കേൾക്കുന്നവർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. നമ്മൾ അവരോട് നമ്മുടെ സങ്കടം പറയും, നമ്മുടെ അവസ്ഥകൾ പറയും, നമ്മുടെ ആഗ്രഹങ്ങൾ പറയും, നമ്മുടെ വിശ്വാസത്തെപ്പറ്റി പറയും, നമ്മുടെ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയും. എല്ലാം എല്ലാവരോടുമുള്ള സന്തോഷം കൊണ്ട് ഇഷ്ടം കൊണ്ട് നമ്മൾ പറയുമ്പോഴും ദാവീദ് രാജാവ് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടെന്ന്. ആ ദുഷ്ടത എപ്പോഴാണ് അറിഞ്ഞു വരുന്നത്? കാലങ്ങൾ കടന്നു പോകുമ്പോൾ കുറേ നഷ്ടങ്ങൾ, കുറേ സങ്കടങ്ങൾ, കുറേ വേദനകളൊക്കെ നമുക്ക് ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത വെച്ചായിരുന്നല്ലോ നമ്മളോട് സംസാരിച്ചതെന്ന് നമ്മൾ അറിയത്തുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ അപേക്ഷിക്കേണ്ട സമയമല്ലേ? അപേക്ഷിക്കണം ദൈവമക്കളെ. നമ്മൾ അറിയുന്നില്ല. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടെന്നവന്. എങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെല്ലുവാൻ അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് ദൈവമക്കളെ! ഏറെ സമ്പത്തുകൾ വാരി കൂട്ടുന്നതിനേക്കാൾ അധികമാണ് കഷ്ടതയായിരിക്കട്ടെ, കണ്ണുനീരായിരിക്കട്ടെ, ഇത്തിരി വേദനയായിരിക്കട്ടെ, എന്തുമായിരിക്കട്ടെ, അതിലൂടെ ദൈവം നടത്തിയ നന്മകളെ ഒന്ന് അനുഭവിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം മറ്റൊന്നുമില്ല. കോടികൾ സമ്പാദിക്കുമ്പോഴും നമുക്ക് ഇത്രയൊന്നും പറയാനില്ല. അമ്മേ ദൈവത്തിന് സ്തോത്രം. എന്നാൽ കഷ്ടതയുടെ നടുവിൽ നമ്മൾ വീണു പോയാലും താങ്ങായി തണലായി കൂടെ നിൽക്കുന്ന ദൈവത്തെ അപ്പം നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ ദൈവമക്കളെ, അതാണ് ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആത്മിക ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോഴും ഓർത്തു കൊള്ളുക, ഈ മഹാകഷ്ടതര നടുവിൽ കർത്താവ് നമുക്ക് തുണയായി നിൽക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അകന്ന് നിൽക്കേണ്ടടുത്ത് അകന്ന് നിന്ന് ദോഷം പറയാൻ ഇടയാകാതെ, ദോഷം കേട്ടതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഒരിക്കലും എന്ന് വെച്ചാൽ ഒരുപാട് നിന്ദയോ പരിഹാസങ്ങളോ കേട്ടതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതേസമയം അവരോട് അതേപോലെ ഒന്ന് സംസാരിച്ചാൽ തീരുന്നതാണ് നമ്മളിലെ ദൈവകൃപ. ആമേ സ്തോത്രമാകയാൽ
എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതും അതും അനുഭവത്തിലൂടെയാണ് ദാവീദ് രാജാവ് അവിടെ പറഞ്ഞത്. അനുഭവിച്ചപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കിയത്, സംസാരിക്കുന്നതും. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. എവിടെയും വിവേകത്തോടെ, അറിവോടെ, അനുഗ്രഹത്തോടെ നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. ദാവീദ് രാജാവ് ശത്രുക്കൾ നിമിത്തം അനുഭവിച്ച ദുഃഖങ്ങളേറെ അനുഭവിച്ചുകൊണ്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇതെല്ലാം ഇന്ന് ദൈവസന്നിധി ഏറ്റുപറയുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിറഞ്ഞൊരു സാക്ഷിക്ക് നമ്മളെ എല്ലാവരും ദൈവം എടുത്ത് ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മവിശ്വാസത്തോടെ, അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലെ ശുദ്ധീകരിക്കുന്ന അനുഗ്രഹമാർന്ന തിരുവചനത്തിൻ്റെ മുമ്പിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ യേശുവേ, ആത്മാവിലെ ശോധന കഴിച്ചുകൊണ്ട് എന്തെങ്കിലും കുറവവശങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട് എന്ന് മനസാക്ഷി പറയുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും, കർത്താവെ, ആവശ്യമായ അറിവും കൃപയും ധാരാളമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വിശ്വസിക്കുന്ന മക്കൾക്ക് കൂടുതൽ കൃപകളും കൃപാവരങ്ങളും അഭിഷേകവും അനുഗ്രഹവും കർത്താവെ ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ. നീ ചോദിക്കുന്ന ഏവർക്കും ധാരാളം വാരി വിതറി കൊടുക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. ആത്മാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അടിയങ്ങളെ യാചിക്കുന്നപ്പാ. ദൈവം അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ അടിയങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും ഒരുക്കി തന്ന് കർത്താവ് അനുഗ്രഹിക്കണേ. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടുകൂടി കർത്താവിന് വേണ്ടി വില ചെയ്യാൻ ഇടയാക്കണേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.